സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. സൺഡേ ശാലോമിൻ്റെ പ്രേക്ഷകർ കുറച്ച് നാളായി നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് നൈജീരിയയെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ അതിന് എക്സ്റ്റെൻസീവായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻ അത്രത്തോളം പൂർത്തിയാവാത്തത് കൊണ്ടും കൂടാതെ ഇസ്രായേലിൽ നിന്ന് നിരന്തരമായി ഹോട്ടായിട്ടുള്ള ഇഷ്യൂസ് വരികയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിയത്. ഇപ്പോൾ അതിനെക്കുറിച്ച് വളരെ ചുരുക്കമായി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നൈജീരിയയെ സംബന്ധിച്ചൊരു വീഡിയോയും നാളെ സുഡാനെ സംബന്ധിച്ച് മറ്റൊരു വീഡിയോയും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നൈജീരിയ എന്ന് പറയുന്നത് വലിയ ചരിത്രമുള്ള രാജ്യമാണ്. നമ്മളൊരു ആഫ്രിക്കൻ രാജ്യം എന്ന് പറയുമ്പോഴും അത് അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞൊഴിയാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് നൈജീരിയ. ആഫ്രിക്കയിലെ ഏറ്റവും വലിപ്പം കൊണ്ടല്ല, ജനസംഖ്യയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാജ്യമാണ്. 24 കോടി ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യമാണ്. കൂടാതെ ആ രാജ്യത്തിൻ്റെ ഒരു ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ഏകദേശം മുഴുവൻ പഴയ ഗോത്രങ്ങളാണ്. ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ പല പല ഗോത്രങ്ങളാണ്. അവിടെ പിന്നീട് റിലീജിയസ് കൺവേർഷൻ വന്ന് ഇപ്പോഴുള്ള ഒരു ഡെമോഗ്രഫി അനുസരിച്ച് ഏകദേശം 50% തൊട്ട് താഴെ ക്രിസ്ത്യാനികളും 50% തൊട്ട് മുകളിൽ മുസ്ലിങ്ങളുമാണ് അവിടുത്തെ ഇപ്പോഴത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റം, ഏറ്റവും വടക്ക് ഭാഗം, അത് മധ്യാരണ്യാഴോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ആഫ്രിക്കയിലും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മധ്യാരണ്യാഴി എന്ന് പറയുന്ന കടലാണ്. ജിബ്രാൾട്ടർ കടലിടുക്കിലൂടെ കയറി ഇങ്ങനെ ഇസ്രായേലിന്റെ ഭാഗം വരെയൊക്കെ പരന്നു കിടക്കുന്ന ആ കടലിന്റെ പേരാണ് മധ്യാരണ്യാഴി എന്ന് പറയുന്നത്. അപ്പോൾ അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെയും ഈ യൂറോപ്യൻ ഭാഗത്തെയും അതിനെ തമ്മിൽ വേർതിരിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഈ ഇസ്ലാമിന്റെ ഫോർമേഷൻ 570 ശേഷമാണ് മുഹമ്മദ് ജനിക്കുന്നത്. AD 600 ശേഷം ഇസ്ലാം ഉണ്ടാകുന്നു. ഇസ്ലാം ഉണ്ടായ കാലം മുതൽ അതൊരു അധിനിവേശത്തിൻ്റെ റിലീജിയനാണ്. അദ്ദേഹം ആ റിലീജിയൻ അദ്ദേഹത്തിന്റെ ഏകദേശം ഒരു 40 വയസ്സ്, മുഹമ്മദിന് ഏകദേശം ഒരു 40 വയസ്സൊക്കെ ഉണ്ടാകുന്ന പ്രായത്തിലാണ് ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഫോം ചെയ്യുന്നത്. അതുമുതൽ അത് അധിനിവേശമാണ്. എന്നും യുദ്ധങ്ങളാണ്. ആദ്യം അവരുടെ സ്വന്തം നാട്ടിൽ മദീന എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് യുദ്ധം ചെയ്യുന്നു. അതിനുശേഷം മദീനയിലെത്തി അത് ഖുറേഷികൾ എന്ന് പറയുന്ന മക്ക ഗോത്രക്കാരെ ഉപയോഗിച്ച്, മുഹമ്മദിന്റെ സ്വന്തം ഗോത്രക്കാരെ ഉപയോഗിച്ച് യുദ്ധം ചെയ്ത് മദീനയെ കീഴടക്കുന്നു. അതിനുശേഷം മദീനയിൽ നിന്ന് അദ്ദേഹത്തിന് സ്വന്തം ഗോത്രത്തിന് അദ്ദേഹം യുദ്ധം അവരെ കീഴടക്കുന്നു. പിന്നീട് ആ പ്രദേശങ്ങൾ ഒന്നൊന്നായി ഇങ്ങനെ കീഴടക്കി അപ്പോഴത്തേക്കും ഇസ്ലാമിക് ഫിലോസഫി ഡെവലപ്പ് ചെയ്യുന്നു. ഇസ്ലാമിക് ഫിലോസഫി ഡെവലപ്പ് ചെയ്യുമ്പോൾ പിന്നീട് വരുന്ന ഖലീഫമാരുടെ കാലത്തൊക്കെ ആയിട്ടാണ് ഈ ഫിലോസഫി പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ ഹദീസുകൾ എന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ എഴുതപ്പെടുന്നത് മുഹമ്മദിന്റെ മരണശേഷമാണ്. അപ്പൊ അങ്ങനെ ഫോം ചെയ്യപ്പെട്ട ഇസ്ലാമിക് ഫിലോസഫിയുടെ ഭാഗമായി അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് ക്രിസ്ത്യാനികളും ജൂതന്മാരും രൂപപ്പെടുന്നു. അപ്പം ആ ജൂതവിരോധത്തിന്റെ, ക്രിസ്ത്യൻ വിരോധത്തിന്റെ ആ വിത്ത് ഇസ്ലാം എന്ന് പറയുന്ന ആ കൺസെപ്റ്റിന്റെ കീഴിൽ അങ്ങനെ അടിയുറങ്ങി കിടക്കുകയാണ്. അപ്പൊ അന്ന് ജൂതന്മാരോട് വലിയ വിരോധം വെക്കേണ്ട കാര്യമില്ല. കാരണം ജൂതന്മാരൊന്നും ശക്തിയുള്ള ആളുകളല്ല. അവരതിനൊക്കെ മുൻപ് തന്നെ ചിതറിക്കപ്പെട്ടു പോയിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറി ജീവിക്കുന്നവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് ജൂതന്മാരോട് കാണിക്കുന്ന ഒരു ശത്രുത പോലെ അവർക്കന്ന് ശത്രുത ഉണ്ടായിരുന്നത് ക്രിസ്ത്യാനികളോടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ക്രിസ്ത്യാനികളുടെ ആസ്ഥാനമായ റോം എന്നുള്ളത്, അതിനെ കീഴടക്കുക എന്നുള്ളത് വലിയൊരു പാഷനായിരുന്നു. എങ്ങനെയെങ്കിലും റോം കീഴടക്കണം. നമുക്കറിയാവുന്ന പോലെ ആദ്യമൊക്കെ അവർക്ക് യൂറോപ്യൻ ഭാഗത്തേക്ക് തീരെ ആക്സസ് കിട്ടിയിരുന്നില്ല. അപ്പൊ യൂറോപ്പിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ടർക്കിയിലൂടെയാണ്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രവേശനം സാധ്യമാവുന്നത് തുർക്കിയിലൂടെയാണ്. അല്ലെങ്കിൽ പിന്നെ റഷ്യയിലൂടെ പ്രവേശനം ഇമ്പോസിബിൾ ആണ്. കാരണം അവിടെ മൊത്തം ഐസ് വീണ് നടക്കുകയാണ്. പിന്നെ ആകെ കടന്നു പോകാൻ പറ്റുന്നത് തുർക്കിയിലൂടെയാണ്. അപ്പൊ തുർക്കിയിൽ അന്ന് ആദ്യം ഇസ്ലാമിന് തുർക്കിയെ കീഴടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ അതിനു മുൻപ് തന്നെ ഈ പറയുന്ന റോമിനെ ലക്ഷ്യമാക്കി അവർ നീങ്ങിയത് ആഫ്രിക്കയിലൂടെയാണ്. ആഫ്രിക്കയുടെ നോർത്തേൺ പാർട്ടിലൂടെ ആദ്യം ഈജിപ്തിനെ കീഴടക്കി. ഈജിപ്തിന് താഴെ സുഡാനുണ്ട്. ഇതൊക്കെ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പൊ അതില് അൾജീരിയ, ഇങ്ങനെ വിവിധ രാജ്യങ്ങളിലൂടെ ടുണീഷ്യ. അപ്പൊ ഇങ്ങനെ ഈ ആഫ്രിക്കയുടെ വടക്കേ അറ്റത്തുകൂടി പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ അവർ ആ ടുണീഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങ് മൊറോക്കോയാണ് ഏറ്റവും പടിഞ്ഞാറ് കിടക്കുന്നത്, അറ്റ്ലാന്റിക്കിനോട് ചേർന്ന് കിടക്കുന്നത്. അപ്പൊ അറ്റ്ലാന്റിക്കിനോട് ചേർന്ന് കിടക്കുന്ന മൊറോക്കോ വരെയുള്ള ഭാഗങ്ങൾ മൊത്തം ഈ ഇസ്ലാം കീഴടക്കി അവിടെ മുഴുവൻ ഇസ്ലാമൈസ് ചെയ്തു. ഇന്ന് ഇതൊക്കെ അറബ് രാജ്യങ്ങൾ എന്ന കാറ്റഗറിയിൽ പെടുന്ന രാജ്യങ്ങളാണ്. കാരണം അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരെ എല്ലാം നിർമ്മാർജ്ജനം ചെയ്ത് അറബികൾ തന്നെ ആ നാടുകൾ കീഴടക്കുകയും ആ നാട്ടിലെ അറബ് വംശജരുടെ ജനസംഖ്യ അവിടുത്തെ സാധാരണ ആളുകളെ കഴിഞ്ഞും വർദ്ധിക്കുകയും ഇന്ന് ഈ നാടുകളിലൊക്കെ ഇവരുടെ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അറബ് എന്ന് പറയുന്ന എലൈറ്റ് ഗോത്രവും അവിടുത്തെ സാധാരണക്കാരെന്ന് വിളിക്കുന്ന
മുസ്ലിങ്ങളിലെ സ്ലേവ്സ് ആയിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു ഗോത്രവും ഈ നാടുകളിലൊക്കെ ഉണ്ട്. സുഡാനിലൊക്കെ അത് വളരെ വ്യക്തമാണ്. നമ്മൾ സുഡാനിലെ വിഷയം പറയുമ്പോൾ ആ വിഷയത്തിലേക്ക് കിടക്കും. അപ്പൊ ഇവര് അതിലൂടെ വന്ന് ഈ ടുണീഷ്യ എന്ന് പറയുന്ന മധ്യാർണിയാഴിയിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ആഫ്രിക്കൻ പ്രദേശത്ത് നിന്ന് ഗ്രീസിലേക്ക് കടക്കാൻ ചെറിയ ചെറിയ ദ്വീപുകൾ വഴി വളരെ എളുപ്പത്തിൽ സാധിക്കും. അങ്ങനെ ഇറ്റലിയിൽ കടന്ന് 847 സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ മതിലിന് പുറത്തു വരെ ഇസ്ലാമിക് ഫോഴ്സുകൾ എത്തിയിട്ടുണ്ട്. അന്ന് ഭാഗ്യം കൊണ്ടാണ് ഈ പറയുന്ന മാർപ്പാപ്പ അന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ സെന്റ് പീറ്റേഴ്സ് ബസലിക്ക കീഴടങ്ങാതിരുന്നത്. പിന്നീട് ആ ഫോഴ്സിനെ തിരിച്ചോടിക്കാൻ സാധിച്ചിട്ടുണ്ട്. യൂറോപ്പ് പിന്നെ തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ 847 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ ഓട്ടോമൻ എംപയർ ഒക്കെ വരുന്നത് 1500കളിലാണ്. തുർക്കി കീഴടക്കിയിട്ടുള്ള വലിയ ശക്തമായ ഓട്ടോമൻ എംപയർ ഒക്കെ വരുന്നത് 1500കളിൽ മാത്രമാണ് AD. പക്ഷെ ഇത് വളരെ 800കളിലൊക്കെ സംഭവിക്കുന്ന കാര്യം പറയുന്നത്. അപ്പൊ ആ കാലത്ത് തന്നെ ഈ ആഫ്രിക്കയുടെ നോർത്തേൺ പാർട്ടിലുള്ള ഒരു സെറ്റ് രാജ്യങ്ങൾ അത് ഇസ്ലാമൈസ് ചെയ്യപ്പെട്ടു പോയിരുന്നു. ആ രാജ്യങ്ങളോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന അടുത്ത നിര രാജ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് ഈ നൈജീരിയ എന്ന് പറയുന്ന രാജ്യം. അപ്പൊ ഈ നൈജീരിയ എന്ന് പറയുന്ന രാജ്യം പിന്നീട് ഏകദേശം 1804 ഈ സുഡാനിൽ ഉണ്ടായിട്ടുള്ള ഒരു സൊക്കോട്ടോ കാലിഫേറ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. സുഡാനിലാണ് ആ കാലിഫേറ്റിന്റെ ആസ്ഥാനം. ഖലീഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ ഈ മുഹമ്മദ് നബിയുമായി ബ്ലഡ് റിലേഷൻ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകളെയാണ് ഖലീഫ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതില് ഈ സുഡാനിൽ അങ്ങനെ മുഹമ്മദ് നബിയുടെ ബ്ലഡ് റിലേഷൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു രാജകുടുംബം ഇവോൾവ് ചെയ്തു വന്നു. അതിന് പേര് സൊക്കോട്ടോ കാലിഫേറ്റ് എന്നാണ് ആ രാജകുടുംബം. അതിന്റെ കീഴിൽ അവർ സുഡാനെ ഭരിക്കുകയും അവർ സുഡാനിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഒരു പടയോട്ടം നടത്തി ഈ ആഫ്രിക്കയുടെ വടക്കൻ രാജ്യങ്ങൾ മുഴുവൻ പിടിച്ചടക്കുകയും ആ കൂട്ടത്തിൽ നൈജീരിയ, കാമറൂൺ, നൈജർ മുതലായ പ്രദേശങ്ങളൊക്കെ പിടിച്ചടക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രദേശങ്ങൾ മൊത്തം ഇവര് ഇസ്ലാമൈസ് ചെയ്തു എന്ന് മാത്രമല്ല, ഈ നൈജീരിയ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ആഫ്രിക്കയിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമാണ്. ആ രാജ്യം മുഴുവൻ അടിമകളെ പോറ്റുന്ന ഒരു രാജ്യമാക്കി ഒരു മാറ്റി. അന്ന് അടിമ കച്ചവടം എന്ന് പറയുന്നത് ഇസ്ലാമുകളുടെ ഒരു ഇസ്ലാമിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട ബിസിനസ് അടിമ കച്ചവടമാണ്. മനുഷ്യരെ പിടികൂടുന്നു, അവരെ പിടിച്ചുകൊണ്ടുപോയിട്ട് സ്ലേവ്സ് ആക്കി, അടിമകളാക്കി ലോകം മുഴുവൻ വിറ്റഴിക്കുന്നു. അപ്പൊ ഈ അടിമ എന്ന് പറയുന്ന സാധനത്തിന് യാതൊരു റൈറ്റും ഇല്ല. ഇതൊരു മനുഷ്യനാണ്, ജോലി ചെയ്യും, അതിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ പെണ്ണുങ്ങളെ ആണെങ്കിൽ ലൈംഗിക അടിമകളായിട്ടും അതുപോലെ പിന്നെ ജോലി ചെയ്യാൻ ഉപയോഗിക്കും, ആണുങ്ങളെയാണ് ജോലി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പൊ അവർക്ക് ഫാമിലിയോ അങ്ങനത്തെ കാര്യങ്ങളോ അത്തരം കാര്യങ്ങളൊന്നും അനുവദിച്ചിട്ടില്ല. അടിമയാണ്. അപ്പം നമ്മളാണെങ്കിലും പോയി ഒരു അടിമേനെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ നമ്മളൊരു മൃഗത്തെ വാങ്ങിക്കുന്നുണ്ട്, പശുവിനെ വാങ്ങിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങിക്കുന്ന പോലെയോ നമ്മുടെ കീഴിൽ നിൽക്കും. നമുക്ക് ഇന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ ലോകത്തിൽ ഇപ്പോൾ പോലും ചില സ്ഥലങ്ങളിൽ നിലവിലുള്ള ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ നൈജീരിയ എന്ന് പറയുന്ന രാജ്യം ഈ സൊക്കോട്ടോ കാലിഫേറ്റിന്റെ അടിമകളെ വളർത്തുന്ന രാജ്യമായിരുന്നു. ആ രാജ്യത്തുള്ള എൻറ്റയർ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ജനസംഖ്യയിൽ ഏകദേശം ഇന്ന് 24 കോടി മനുഷ്യരുണ്ട്. അന്ന് ഏകദേശം ഒരു 6-7 കോടി മനുഷ്യരുള്ള രാജ്യം. പിന്നീട് അത് പൊലിച്ചു വന്നതാണ്. ആ മനുഷ്യർ മുഴുവൻ ഇവരുടെ ഒഫീഷ്യൽ അടിമകളാണ്. അപ്പൊ ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഈ സുക്കോട്ടോ കാലിഫേറ്റിന്റെ ആളുകൾ അവിടെ പോകുന്നു, ആവശ്യത്തിന് അടിമകളെ കളക്ട് ചെയ്യുന്നു. ഇതിനെ ഇങ്ങനെ പിന്നെ പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളിലേക്കാണ് ഈ കച്ചവടം പൂർണ്ണമായിട്ട് നടക്കുക. ബഹുഭൂരിഭാഗം നടക്കുക അറബ് രാജ്യങ്ങളിലേക്ക് അടിമകളെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ബിസിനസ്. അപ്പൊ അവിടുത്തെ മനുഷ്യരെ ഒരു അടിമകളുടെ രാജ്യം, മൊത്തം അടിമകളാണ്. ഇതിനെ മൊത്തം പോയിട്ട് അപ്പൊ രാജ്യത്തിന്റെ ഒരു കൾച്ചർ മനസ്സിലാക്കണം. ശേഷം വിദ്യാഭ്യാസം ഇല്ല, മനുഷ്യരെ മൃഗങ്ങളെ പോലെ പോറ്റുന്നു. രാജാവ് ഇവിടുന്ന് ആവശ്യം മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോകുന്നു, മനുഷ്യരെ അടിമകളാക്കുന്നു. മൃഗങ്ങൾക്ക് തുല്യമാണ്. ലോകം മുഴുവൻ വിൽക്കുന്നു, ആഫ്രിക്കയിലും വിൽക്കുന്നു. ആഫ്രിക്കയിലും റിച്ച് ആയിട്ടുള്ളവർക്ക് ഇതിനെ വാങ്ങിക്കാം, അവർക്ക് എങ്ങനെ വേണ്ട ഉപയോഗിക്കാം. ഈ കാലിഫേറ്റിൽപ്പെട്ടവര് ഇതിനെ ഉപയോഗിക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് ചെറിയ കാലം വരെയൊന്നുമല്ല കേട്ടോ. അതിനുശേഷം പിന്നീട് ബ്രിട്ടൻ ഈ പ്രദേശം കോൺകർ ചെയ്യുന്നുണ്ട്. ബ്രിട്ടൻ ഇത് 903 ബ്രിട്ടൻ ഈ പ്രദേശം പിടിച്ചിറക്കുന്നു. അപ്പോൾ അവർ അടിമ കച്ചവടം നിരോധിക്കുന്നു. ഈ പ്രദേശം മാത്രമല്ല, ഈ കാമറൂൺ ആ ഏരിയയൊക്കെ ജർമ്മനി പിടികൂടുന്നു. അന്നത്തെ ജർമ്മനി ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ജർമ്മനി പിടിക്കുന്നു. കുറച്ച് പ്രദേശങ്ങൾ നൈജർ പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഫ്രാൻസ് പിടിക്കുന്നു. അപ്പൊ ആ ഒരു പ്രദേശം, അതായത് ആഫ്രിക്കയുടെ വടക്ക് പടിഞ്ഞാറേ ഭാഗം, അത് മുഴുവൻ യൂറോപ്യൻ ശക്തികളുടെ കയ്യിൽ വരുന്നു. യൂറോപ്യൻ ശക്തികളുടെ കയ്യിൽ വന്ന അടിമ കച്ചവടം നിരോധിച്ചെങ്കിലും ഇത്രയും വലിയ രാജ്യമാണ്, ഇത്രയും വലിയ രാജ്യത്ത് നിന്ന് പൂർണ്ണമായിട്ട് നിരോധിക്കാൻ അവർക്ക് സാധിക്കില്ല. നമുക്കറിയാവുന്നതുപോലെ നമ്മളുടെ നാട്ടിലെ മന്ത്രവാദം നിരോധിച്ചിട്ട് എത്രയോ വർഷമായി. പക്ഷേ ഈ 2020 പോലും മന്ത്രവാദം, 2020 ശേഷവും കേരളത്തിൽ മന്ത്രവാദം നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു മനുഷ്യനെ കൊന്നിട്ടുണ്ട്. അപ്പം നിരോധിക്കുക എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഈവിളാണ്. ആ സോഷ്യൽ ഈവിളിനെ അങ്ങനെ നിയമം മൂലം മാത്രം നിരോധിക്കാനാവില്ല. അപ്പൊ ഈ അടിമ കച്ചവടം എന്ന് പറയുന്ന കാര്യം അന്ന് നിരോധിക്കപ്പെട്ടെങ്കിലും പിന്നീട് ഇത് 2008 വരെ ഈ സുഡാനിൽ അടിമ കച്ചവടം നടന്നതായിട്ട് രേഖകളുണ്ട്. സുഡാൻ എന്ന് പറയുന്ന ഈ അറബ് രാജ്യത്ത് 2008 ഈ സൊക്കോട്ടോ കാലിഫേറ്റിന്റെ ആളുകൾ ചില ഗോത്രങ്ങളിൽ അടിമകളായിട്ടുള്ള പെൺകുട്ടികളെ അന്വേഷിച്ചിരുന്നു. അപ്പൊ ഇവർ ചെയ്യുന്നത് നല്ല
ശാരീരിക ഷേപ്പുള്ള പെൺകുട്ടികളൊക്കെ ഒരു 9-10 വയസ്സാകുമ്പോഴേക്കും ഈ അടിമകളെ പോറ്റുന്ന കേന്ദ്രങ്ങളിൽ എത്തിക്കുകയും നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ അത്യാവശ്യം അറബ് ലാംഗ്വേജ് ഭാഷ പഠിപ്പിച്ച്, ഭാഷ മാത്രമേ പഠിപ്പിക്കുള്ളൂ, വേറെ ഒന്നും പഠിപ്പിച്ച് ഒരു 12-13 വയസ്സാകുമ്പോഴേക്കും ഇവറ്റകളെ കച്ചവടം ചെയ്യും. അപ്പോൾ ഈ കന്നുകാലികളെ വാങ്ങിക്കാൻ വരുന്നത് പോലെ അറബികൾ ഇവരെ വാങ്ങിക്കാൻ വരുന്നു, കൊണ്ടുപോയി. 2008 വരെ ഈ ബിസിനസ് സുഡാനിൽ നടന്നിട്ടുണ്ട്. നൈജീരിയയിൽ അതിന് മുമ്പൊക്കെ നിന്ന് പോയി കേട്ടോ. 2003 നൈജീരിയയിൽ ഞാൻ ഈ അടിമക്കച്ചവടത്തിന്റെ ഒരു കഥ പറയാൻ വേണ്ടി അത് പറഞ്ഞു എന്നേ ഉള്ളൂ. 2003 ഇത് ബ്രിട്ടന്റെ ഒരു പ്രൊട്ടക്ടറേറ്റ് ആയിട്ട് വരുന്നു. പ്രൊട്ടക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടനാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഈ കാലിഫേറ്റിൽ നിന്ന് ഫ്രീ ആക്കി വരുന്നു. പക്ഷേ ബ്രിട്ടനോടെ കാര്യമായ ഭരണവും നിർവഹിക്കാൻ കഴിയുന്നില്ല. അവിടെ ഗോത്രങ്ങൾ തമ്മിലുള്ള തല്ലുകളൊക്കെ ഉണ്ട്. കാരണം ബ്രിട്ടന്റെ ഒരു ഹെഗിമണി അവിടെയുണ്ട്. ബ്രിട്ടൻ ഒരു കോളനിയെ സൂക്ഷിക്കുന്നത് അവരുടെയും കൂടി താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാണ്ട് ആ നാട്ടുകാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. എങ്കിലും കുറച്ച് എഡ്യൂക്കേഷൻ വരുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് അവിടെ വിദ്യാഭ്യാസം സംഭവിക്കുന്നത്. ഇപ്പോഴും നൈജീരിയയിലെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അപ്പൊ അതങ്ങനെ പുരോഗമിച്ച് വരുന്നു. 1960 നൈജീരിയ സ്വതന്ത്രമാകുന്നു, ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമാകുന്നു. സ്വതന്ത്രമായതിനു ശേഷം 56 അവിടെ ഓയിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ബ്രിട്ടൻ അവിടെ കുറെ ഓയിൽ കമ്പനികൾ സ്ഥാപിച്ചു. ആ പ്രദേശത്തുള്ള ആളുകളും ഓയിൽ ഡിഗ് ചെയ്യാൻ അശാസ്ത്രീയമായ രീതിയിൽ തുടങ്ങി. അങ്ങനെ അശാസ്ത്രീയമായ ഓയിൽ ഡിഗിങ് അവരുടെ ഓയിൽ റിസർവിന് കാര്യമായി കേടുവരുത്തിയിട്ടുണ്ട്. അപ്പം കാര്യമായ ഓയിൽ റിസർവ് ഉള്ള രാജ്യമാണ് നൈജീരിയ എന്നോർക്കണം. അപ്പോൾ ആസച്ച് റിച്ചാണ്, പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്കത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് നിരവധിയായിട്ടുള്ള പട്ടാള ഭരണങ്ങളാണ് പിന്നീട് അവിടെ വരുന്നത്. അങ്ങനെ 1966 പട്ടാള ഭരണത്തിലെത്തിയ ഒരു ഭരണാധികാരി അവിടുത്തെ ഒരു ഇഗ്ബോ എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട്. IGBO എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട്. അത് ഏകദേശം മുഴുവൻ ക്രിസ്ത്യാനികളാണ്. അതിന്റെ ഈ നൈജീരിയയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്കുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ ആ പ്രദേശത്തുള്ള ക്രിസ്ത്യാനികളും ഈ നൈജീരിയൻ പട്ടാളവുമായിട്ട് വഴക്കാവുന്നു. അങ്ങനെ ആദ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കൊലപാതകം നടന്ന 1966 ഏകദേശം 30,000-ഓളം ക്രിസ്ത്യാനികൾ ഈ ഗോത്രത്തിൽപ്പെട്ടവർ വധിക്കപ്പെടുന്നുണ്ട്. പിന്നീട് ഇഗ്ബോ ഗോത്രക്കാര് അതിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഒരു പ്രദേശം ബയാഫ്ര എന്ന് പറയുന്ന വലിയൊരു പ്രദേശം ആ ഗോത്രക്കാർ പിടിച്ചടക്കുന്നു. ഒരു രാജ്യമായിട്ട് അവര് വേർതിരിക്കപ്പെട്ട് നിൽക്കുന്നു. ഈ 1966 ശേഷം പല മിലിറ്ററി കൂപ്പുകൾ നൈജീരിയയിൽ നടന്നിട്ടുണ്ട്. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ഈ ബയാഫ്രയുമായിട്ട് വഴക്കിലാകുന്നു. അങ്ങനെ നൈജീരിയൻ പട്ടാളവും ബയാഫ്രയിലെ ക്രിസ്ത്യാനികളുമായി വഴക്കുണ്ടായതിന്റെ പേരിൽ ഏകദേശം 20 ലക്ഷം ക്രിസ്ത്യാനികൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. 1 ലക്ഷത്തോളം നൈജീരിയൻ പട്ടാളക്കാരും അവരുടെ തിരിച്ചുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അവസാനം നൈജീരിയ ഈ ബയാഫ്ര എന്ന് പറയുന്ന റീജിയൻ, ക്രിസ്ത്യൻ റീജിയനെ നൈജീരിയയോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ നൈജീരിയക്ക് ഇപ്പോൾ 2 വലിയ പാർട്ടികൾ, ഈ ബയാഫ്ര എന്നുള്ള തൽക്കാലം വിട്ടേക്ക്. ഞാൻ ഒരു ചരിത്രം പറഞ്ഞു. അതായത് ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് നൈജീരിയയെ സംബന്ധിച്ച് പുതിയ കഥയൊന്നുമല്ല. ഇത് നേരത്തെ മുതലുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയ പോലത്തെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ അറിയുന്നുണ്ടെന്നേ ഉള്ളൂ. ഒരുപാട് ക്രിസ്ത്യൻ രക്തം ഒഴുകിയ സ്ഥലമാണ് നൈജീരിയ എന്നുള്ളത് നൈജീരിയയുടെ ചരിത്രത്തിൽ തന്നെയുണ്ട്. 1966 മുതലാണ് ഈ ക്രിസ്ത്യൻ ബ്ലഡ് ഒഴുകാൻ തുടങ്ങിയത്. ഇന്ന് ഈ പറയുന്ന ക്രിസ്ത്യൻ എക്സ്റ്റർമിനേഷൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കൊല്ലുന്നതിൽ ഈ ഇഗ്ബോ എന്ന് പറയുന്ന ഗോത്രക്കാരില്ല. അവരിന്ന് സേഫാണ്. അവര് ഈ പറയുന്ന നൈജീരിയയുടെ തെക്ക് ഭാഗത്തേക്കാണ്. നൈജീരിയയുടെ തെക്ക് ഭാഗം മുഴുവൻ ക്രിസ്ത്യാനികളാണ്. അപ്പൊ ഈ 50% ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് നൈജീരിയയുടെ തെക്കൻ ഭാഗത്തേക്കാണ് വരുന്നത്. വടക്കൻ ഭാഗത്തേക്ക് വരുന്നത് മുഴുവൻ മുസ്ലിങ്ങളുമാണ്. അപ്പൊ ഈ പറയുന്ന മിലിറ്ററി കൂപ്പുകൾ പലതവണ ആവർത്തിക്കപ്പെടുകയും അങ്ങനെ 1909 മാത്രം അവിടെ ഡെമോക്രസി നിലവിൽ വരികയും ചെയ്തു. 1999 മിലിറ്ററി ഭരണങ്ങളൊക്കെ അവസാനിച്ച് 99ഓടെ അവിടെ ഡെമോക്രസി വരുന്നു. ഡെമോക്രസി വന്ന ആദ്യത്തെ 6 വർഷം, ആദ്യത്തെ 8 വർഷം 2 ടേം ഭരിച്ച ആള്, അദ്ദേഹത്തിന്റെ ഒബാസാങ്കോ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. പിന്നീട് ഒരു മുസ്ലിം ഭരണാധികാരി വരുന്നുണ്ട്. പിന്നെ ക്രിസ്ത്യൻ ഭരണാധികാരി, മുസ്ലിം ക്രിസ്ത്യൻ ഇങ്ങനെ മാറി മാറി അവിടെ പ്രസിഡന്റുമാർ വരുന്നുണ്ട്. അമേരിക്കൻ രീതിയിലുള്ള ഫെഡറൽ ഭരണ സംവിധാനമാണ് ഈ രാജ്യത്ത് നിലവിലുള്ളത്. ഇവിടെ പ്രസിഡന്റുമാരായി വരുന്നതിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുണ്ട്. പക്ഷെ ഈ പറയുന്ന പ്രസിഡന്റുമാരൊന്നും ഒരിക്കലും ഏതെങ്കിലും ഒരു മതത്തിന്റെ പക്ഷം പിടിച്ചുകൊണ്ട് രാജ്യത്തെ പട്ടാളം അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ പക്ഷം പിടിക്കുക ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇപ്പോഴത്തെ ഭരണാധികാരിയായിട്ടുള്ള ടിനുബുയും അദ്ദേഹം മുസ്ലിമാണ്. പക്ഷെ അദ്ദേഹവും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നില്ല. കാരണം ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഏതാണ്ട് തുല്യ പ്രാതിനിധ്യമുള്ള ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ്. പക്ഷേ ഈ ഗവൺമെന്റിന് ഈ സംഗതിയുടെ മേലെയുള്ള നിയന്ത്രണം വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഈ പറയുന്ന നമ്മളുടെ ലോകം മുഴുവൻ വളർന്നു വന്ന അൽ-ഖ്വയ്ദ, ISIS, ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന എല്ലാ തിന്മകളുടെയും തലപ്പത്ത് വന്ന ഒരു സാധനം ഈജിപ്തിൽ നിന്നാണ് ജനിച്ചു വരുന്നത്. പിന്നീട് സാധാരണ മനുഷ്യരെ
ഈ പിന്നെ മതപരമായ താല്പര്യങ്ങൾക്കും ടെററിസ്റ്റിനും ഉപയോഗിക്കുക എന്നുള്ളത് അത് യാസർ റാഫത്ത് കൊണ്ടുവന്നൊരു സംഗതിയാണ്. അപ്പോൾ യാസർ റാഫത്തിൻ്റെയൊക്കെ എവല്യൂഷന് ശേഷം, അതായത് 1960-കളിൽ ഈ മത തീവ്രവാദം ഇങ്ങനെ വളർന്നു വരികയും അത് കറസ്പോണ്ടിങ് ആയി ആഫ്രിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് 2000 ആണ്ടിന് ശേഷം അത് വലിയ തോതിൽ ആഫ്രിക്കയിൽ വളരുകയും ചെയ്യുന്നു. അങ്ങനെ നൈജീരിയയിൽ ഇത് വളർന്ന ഈ നൈജീരിയയുടെ വടക്കൻ പ്രദേശത്ത്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് വലിയ തോതിൽ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന് വേരുമുളയ്ക്കുന്നു. അവിടെയും അറബ് വംശജരായിട്ടുള്ള ആളുകളുണ്ട് ഈ പറയുന്ന നൈജീരിയയിൽ. അറബ് വംശജർ എണ്ണത്തിൽ കുറവാണ്, കൃത്യമായുള്ള നമ്പറില്ല. പക്ഷേ ഈ അറബ് വംശജരായിട്ടുള്ള ആളുകൾ മുഴുവൻ വലിയ തീവ്രവാദികളാണ്. ഈ അറബ് വംശജരായിട്ടുള്ള ആളുകൾ സാധാരണ മുസ്ലിങ്ങളെയും ആക്രമിക്കും. അപ്പോൾ ഈ മുസ്ലിം ഗോത്രങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അത് പ്രധാനമായിട്ടും അറബ് ഗോത്രങ്ങളും മറ്റ് ഗോത്രങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അതിൽ തന്നെ ഒരുപാട് മനുഷ്യർ മരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിൽ മരിക്കുന്നുണ്ട്. പിന്നീട് ഈ നോർത്തേൺ റീജിയനിലുള്ള ക്രിസ്ത്യൻ സ്ട്രോങ് ഹോൾഡ്സ് വളരെ കുറവാണ്. അത്തരം റീജിയൻസിന് നേരെ മുസ്ലിങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് ബോക്കോ ഹറാം എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ഈ ബോക്കോ ഹറാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവരുടെ സംഘടനയുടെ പേര് ഇസ്ലാമുൽ അൽ ഖുൽ ഗുൽ എന്നൊക്കെ പറഞ്ഞ നീളം വെച്ചൊരു പേരാണ്. ഈ ബോക്കോ ഹറാം എന്നല്ല അവരുടെ സംഘടനയുടെ പേര്. അവരുടെ സംഘടനയുടെ ഒരു നിക്ക് നെയിമാണ് ബോക്കോ ഹറാം എന്നുള്ളത്. അവർ സ്വയം സ്വീകരിച്ചിട്ടുള്ളതാണ്. ബോക്കോ ഈസ് ദ ആഫ്രിക്കൻ ടേം ഫോർ ബുക്ക്. ബോക്കോ മീൻസ് ബുക്ക്. ഇംഗ്ലീഷിലെ ബുക്ക് എന്നുള്ളത് അവർ പ്രൊണൗൺസ് ചെയ്യുന്നത് ബോക്കോ എന്നാണ്. ഹറാം മീൻസ് ഹറാം. ബോക്കോ ഹറാം, ബുക്ക് ഹറാം. ബുക്ക് ഹറാം എന്നാണ്, ലിറ്ററസി 0 എന്നാണ്. അപ്പൊ നമ്മൾ നൈജീരിയയുടെ ലിറ്ററസി എടുത്ത് നോക്കിയാൽ അതിന്റെ ലിറ്ററസി ഏതാണ്ട് 65-70% വരും. പക്ഷെ നിങ്ങൾ റീജിയൻ തിരിച്ചു നോക്കുകയാണെങ്കിൽ സൗതേൺ നൈജീരിയയിലെ ലിറ്ററസി എന്ന് പറയുന്നത് 90% മേലെയാണ്. നേരെ മറിച്ച് വടക്കൻ നൈജീരിയയിലെ ലിറ്ററസി എന്ന് പറയുന്നത് 20% താഴെയാണ്. ഇനി അതിൽ തന്നെ രസകരമായ കാര്യം, ലോകത്തിൽ എല്ലായിടത്തും ചെറുപ്പക്കാർക്ക് ലിറ്ററസി റേറ്റ് കൂടുതലാണ്. പക്ഷെ ഇവിടെ ഈ നോർത്തേൺ നൈജീരിയയിൽ ചെറുപ്പക്കാരുടെ ലിറ്ററസി റേറ്റ് 10-12% വരെയാണ്. അത് ചെറുപ്പക്കാർ സ്കൂളിൽ പോകുന്നതേ ഇല്ല. കാരണം ബോക്കോ ഹറാമാണ്, ബുക്ക് ഹറാമാണ്, പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഈ വിദ്യാഭ്യാസം ഇല്ലായ്മയുടെ റിസൾട്ടാണ് ഇന്ന് നൈജീരിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെളിച്ചം കാണാതെ ഇരുട്ടിൽ കിടക്കുന്ന ആളുകൾ, ഇവർക്ക് ലിറ്ററസി ഇല്ല. കൂടാതെ ഇത് ഫെഡറൽ സംവിധാനമുള്ള രാജ്യമായതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് നിയമ സംവിധാനങ്ങളെ നിയന്ത്രിക്കാനാവും. ഈ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് എല്ലായിടത്തും തന്നെ ശരീഅത്ത് നിയമമാണുള്ളത്. ഇതൊരു ഡെമോക്രാറ്റിക് രാജ്യമാണെങ്കിലും മുസ്ലിങ്ങൾക്ക് മേൽക്കൈയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവരെ ശരീഅത്ത് നിയമം നടപ്പാക്കിയിരിക്കണം. അപ്പൊ പിന്നെ മറ്റ് മതങ്ങളെ സംബന്ധിച്ച് അവരുടെ എക്സിസ്റ്റൻസിന്റെ ചോദ്യം ഉദിക്കുന്നില്ല. അപ്പൊ അതിനെതിരെയൊക്കെയുള്ള ചെറിയ പ്രവർത്തനങ്ങൾ. കൂടാതെ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവര് അവര് കൃഷിക്കാരാണ്. നേരെ മറിച്ച് ഈ മുസ്ലിങ്ങൾ പൊതുവെ കന്നുവേച്ച് നടക്കുന്നവരാണ്. അപ്പൊ ഈ കൃഷിക്കാരുടെ കൃഷിഭൂമിയിലെ കന്നുകൾ പ്രവേശിക്കുന്നു, അതിനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അത് അടിപിടിയിലേക്ക് എത്തുന്നു, അത് കൊലപാതകത്തിലേക്ക് എത്തുന്നു, പിന്നീട് അത് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള വാറാകുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള കോൺഫ്ലിക്റ്റുകൾ അത് വളർന്നു വലിയ സംഗതിയാകുന്നു. നിരവധി പുരോഹിതന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഈ 2000 ആണ്ടിന് ശേഷവും വധിക്കപ്പെട്ടിട്ടുണ്ട്. 2000 ആണ്ടിന് ശേഷം വധിക്കപ്പെട്ട ആളുകളുടെ കണക്ക് അൺഒഫീഷ്യലായിട്ട് പറയുന്നത് 100,000-ലധികം ക്രിസ്ത്യാനികൾ നൈജീരിയയിൽ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഒഫീഷ്യൽ റെക്കോർഡ്സിൽ അത് 20,000-ൽ താഴെയാണ്. പക്ഷെ അൺഒഫീഷ്യലായിട്ട് പറയുന്നത് 100,000-ലധികം ആളുകൾ വധിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ക്രിസ്ത്യൻ വംശഹത്യം നടക്കുന്ന വംശഹത്യം അവിടെ പോസിബിൾ അല്ല. പക്ഷെ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനിയാണ് എന്നതിന്റെ പേരിൽ ഈ ബോക്കോ ഹറാമിന്റെ ആളുകൾ കൊല്ലുന്നുണ്ട്. സ്കൂളിൽ നിന്ന് പെൺകുട്ടികളെ കൂട്ടത്തോടെ തട്ടിക്കൊണ്ടു പോകുന്ന കാര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇവരുടെ ജിഹാദ് എന്ന് പറയുന്ന പ്രവർത്തനം പുരുഷന്മാരെ കൊല്ലുക, സ്ത്രീകളെ റേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ അറബ് വംശജരായിട്ടുള്ള ആളുകൾ സ്ത്രീകളെ റേപ്പ് ചെയ്യുമ്പം അവർക്ക് അവസാനം ഒരു ആശംസ കൊടുത്തിട്ട് പോകുന്നതാണ്. നീ ഒരു അറബി കുഞ്ഞിനെ പ്രസവിക്കുക എന്ന് പറയുന്ന ഒരു ആശംസയും കൂടി നൽകിയിട്ടാണ് പോവുക. അപ്പൊ അത് എത്ര നീചമായിട്ടൊരു കാര്യമാണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ഇസ്ലാം മതം റേപ്പിലൂടെ പ്രചരിപ്പിക്കുക എന്നുള്ള മാത്രമല്ല, അറബ് വംശജനെ ജനിപ്പിക്കാൻ കൂടിയാണ് ഈ പറയുന്ന കാര്യം ചെയ്യുന്നത് എന്ന് കൂടി ഓർക്കണം. അപ്പൊ അത്തരം നീചമായ പ്രവർത്തനങ്ങൾ ആഫ്രിക്കയിൽ ഇവിടെയും സുഡാനിൽ സംഭവിക്കുന്നുണ്ട്. നാളെ നമ്മൾ സുഡാന്റെ കാര്യം പറയും. അപ്പൊ ഈ പറയുന്ന ആഫ്രിക്കയില്, ഈ നൈജീരിയയില് പകുതിയോളം വരുന്ന ക്രിസ്ത്യൻ വംശജർക്ക് ഇവരോട് ചേർത്ത് നിൽക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇവരോട് ചേർത്ത് നിൽക്കാൻ കഴിയാത്തത്? ഇവരോട് ചേർത്ത് നിൽക്കാൻ കഴിയാത്തതിന്റെ ഒറ്റ കാരണം അവർക്ക് ആയുധമില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ഈ അൽ ഖൈദ ആയിക്കൊള്ളട്ടെ, ISIS ആയിക്കൊള്ളട്ടെ, ഇസ്ലാമിക് ബ്രദർഹുഡ് ആയിക്കൊള്ളട്ടെ, ഹമാസ് ആയിക്കൊള്ളട്ടെ, ഹെസ്ബുള്ള ആയിക്കൊള്ളട്ടെ, ഇസ്ലാമിക് ജിഹാദ് ഓഫ് ഡിഫറെന്റ് പ്ലേസസ് ആയിക്കൊള്ളട്ടെ, ഇവിടെ ആഫ്രിക്കയിൽ ഈ സ്ഥലത്തും ഇസ്ലാമിക് ജിഹാദ് ഓഫ് സൗത്ത് വെസ്റ്റേൺ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു സംഘടനയും നൈജീരിയയിൽ വളരെ ആക്റ്റീവാണ്. ഈ ബൊക്കോ ഹറാമിന്റെ കൂടെ പ്രവർത്തിക്കുന്നത്. ബൊക്കോ ഹറാം ആയിക്കൊള്ളട്ടെ, ഈ കൂട്ടരെല്ലാവരും ഹാൻഡ് ഇൻ ഗ്ലൗ. ഇവർ ലോകം മുഴുവൻ, താലിബാൻ, ഇവിടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ആയിക്കോട്ടെ, ഇതെല്ലാം കൈകോർത്ത് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇന്റർനാഷണൽ ലെവലിൽ ആയുധങ്ങൾ ട്രേഡ് ചെയ്യുകയും കൈമാറ്റം ചെയ്യുകയും ഇത് മുഴുവൻ സ്ഥലങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ബൊക്കോ ഹറാമിന്റെ ആളുകൾക്കോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ISISന്റെ നൈജീരിയയിലുള്ള
വിങ്ങിനോ ആർക്കും ആയുധങ്ങൾക്ക് യാതൊരു ക്ഷാമവുമില്ല. എല്ലാവരുടെയും കയ്യിൽ AK-47 പോലെയുള്ള പവർഫുൾ ആയിട്ടുള്ള മെഷീൻ ഗൺസ് ഉണ്ട്. അതുമായി വരുന്ന ആളുകളെ നേരിടാൻ ക്രിസ്ത്യാനികളുള്ള പശുവിനെ ഓടിക്കുന്ന വടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരോട് പിടിച്ചു നിൽക്കാൻ ഇവർക്കാവുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ വധിക്കപ്പെടുന്നത്. ചെറുത്ത് നിൽക്കാനുള്ള ആയുധങ്ങൾ അവർക്കില്ല. ഇവരോട് ചെറുത്തു നിന്ന് അവരെ കൊന്നൊടുക്കുവാനുള്ള ശേഷി നൈജീരിയൻ ഭരണകൂടത്തിനുമില്ല. അപ്പോൾ അവര് ക്രിസ്ത്യാനികളെ ടാർഗറ്റ് ചെയ്യുന്നു, ക്രിസ്ത്യാനികളെ കൊല്ലുന്നു. ക്രിസ്ത്യാനിയാണ് എന്നതിന്റെ പേരിൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും അവരുടെ വസ്തുവകകൾ തട്ടിയെടുക്കപ്പെടുകയും കോൺഫിസ്കേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. കൊല്ലുക മാത്രമല്ല, അവരുടെ വസ്തുവകൾ തട്ടിയെടുക്കുകയും ചെയ്യുന്നു. ഭൂമി തട്ടിയെടുക്കുന്നു, അവരുടെ മൃഗങ്ങളെ തട്ടിയെടുക്കുന്നു, അവരുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തട്ടിയെടുക്കുന്നു, പുരുഷന്മാരെ കൊന്നുകളയുന്നു. അപ്പോൾ ഈ കാര്യമാണ് നൈജീരിയയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇതിനെതിരെയാണ് ട്രംപ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ട്രംപ് ആദ്യമായിട്ടല്ല ഇത് ചെയ്യുന്നത്. 2019 അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ടൈമിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അദ്ദേഹം പ്രതികരിച്ചത് ഞാൻ ഇടപെടും എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. പട്ടാളത്തെ അയക്കും എന്നൊക്കെ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോൾ നൈജീരിയൻ ഭരണകൂടം ആദ്യം പറഞ്ഞേ ഇവിടെ അങ്ങനത്തെ കാര്യമൊന്നും നടക്കണില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കുള്ള എല്ലാ സാമ്പത്തിക സഹായവും കട്ട് ചെയ്യും. അമേരിക്ക സാമ്പത്തിക സഹായം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൈജീരിയയെ സംബന്ധിച്ച് വലിയ പ്രയാസമുണ്ടാകും. വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ എളുപ്പമല്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നൈജീരിയയുടെ മുൻപിൽ വെക്കാൻ പറ്റുന്ന ഒരു വയബിൾ ആയിട്ടുള്ള ഭീഷണിയാണ്. ആ ഭീഷണി നൈജീരിയൻ ഗവൺമെന്റ് കൂടുതൽ സീരിയസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ട്രംപിനോട് ചോദിച്ചാൽ അവരുടെ പട്ടാളത്തിന് ആവശ്യമുള്ളത് ഉപകരണങ്ങളാണെങ്കിൽ ആയുധങ്ങളാണെങ്കിലും ഒക്കെ ട്രംപിന്റെ ഭാഗത്ത് നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും ഈ ഒരു സംഗതി ചെറുക്കാൻ വേണ്ടി. ഇനി അവരെങ്ങനെ ചെറുക്കാൻ തയ്യാറല്ലെങ്കിൽ ട്രംപ് പറയുന്നത് എന്റെ പട്ടാളം എന്ത് ഓൾട്ടർനേറ്റീവ് ആണ് ചെയ്യാൻ കഴിയുക എന്ന് ആലോചിക്കുന്നതാണ്. ഇപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഓൾട്ടർനേറ്റീവ് എന്താണ്? സ്വാഭാവികമായിട്ട് അവിടെ കൊണ്ട് പട്ടാളത്തെ, അമേരിക്കൻ പട്ടാളത്തെ ഇറക്കാനൊന്നും അവരെ കൊണ്ട് സാധിക്കില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ബൊക്കോ ഹറാമിന്റെ ഒക്കെ സ്ട്രോങ് ഹോൾഡ്സ് ഉണ്ട്. നമ്മൾ ഇപ്പം പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചതുപോലെ മിസൈലുകൾ ഉപയോഗിച്ച്, ബോംബുകൾ ഉപയോഗിച്ച് ഈ പറയുന്ന ബൊക്കോ ഹറാമിന്റെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അമേരിക്ക സാധിക്കും. കൂടാതെ വേണമെങ്കിൽ ക്രിസ്ത്യൻ ഫോഴ്സിനെ, യുവാക്കളെ വേണമെങ്കിൽ ആയുധമണിയിക്കാനും അമേരിക്ക സാധിക്കും, CIA പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച്. അപ്പോൾ അമേരിക്ക സീരിയസ് ആയിട്ട് ഇടപെടുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം നൈജീരിയയിൽ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്.